നെക്സ്റ്റിലേക്ക് വരാം. ഈ ലോകം ചെറുതാണല്ലേ. ഇത്രയ്ക്കും അടുത്താണ് ഇവിടെ ഒബാമയെ കണ്ടിട്ട് അമേരിക്ക പോയി ബാക്കിയൊക്കെ. സീനിയേഴ്സിനൊന്നും എനിക്ക് പേടിയില്ല. തേർഡ് ഇയറിൽ പഠിക്കുന്ന അമലേട്ടൻ നമ്പർ തന്നിട്ടുണ്ട്. റാക്ക് ചെയ്ത് അപ്പൊ അമലേട്ടന്റെ പെണ്ണാന്ന് പറഞ്ഞാൽ മതി എന്നാ പറഞ്ഞേ. നിക്കടി അവിടെ ജൂനിയർ അല്ലേ, കോളേജിൽ ജോയിൻ ചെയ്യാൻ വന്നാണോ? അല്ല, അനിയും മഴനെ വന്നതാ. കാർഡ് നിന്റെ അച്ഛൻ കൊണ്ടുപോയി. ഹലോ ദിനേശ്, കഴിഞ്ഞ ആഴ്ച നമ്മുടെ കമ്പനിയിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തില്ലായിരുന്നു. ആ പോസ്റ്റ് വേറെ ആൾ സെലക്ട് ആയിട്ടുണ്ട് കേട്ടോ. താങ്കൾക്ക് കിട്ടിയില്ല. എന്നാ കിട്ടിയോളെ ചോറിനപ്പോ എന്നെ എന്തിനാ ചോറുന്നത്? ഒരു മനസ്സുഖം, കാറിലിങ്ങനെ വെറുതെ ഇരുന്നപ്പോ നമ്പർ കണ്ടു വിളിക്കാന്ന് കരുതി. ശരി, ഇപ്പൊ ഞാൻ എന്തിനു വേണം? ദിനേശ് ഇപ്പൊ എവിടെ നിൽക്കുന്നു? അവിടെ കാണാൻ തുനിഞ്ഞില്ല. പഠിച്ചോനെ, നല്ലൊരു ജോലി, കൈ നിറയെ പണം, വലിയൊരു വണ്ടി, അതിൽ നിറയെ പെണ്ണുങ്ങളും എത്രയും പെട്ടെന്ന് നൽകണേ. ഇദ്ദേഹത്തിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ചേട്ടാ, ഞാൻ അപരാധം മീഡിയനാണ്. ഈ LGBT പറ്റിയുള്ള അഭിപ്രായം എന്താ? അത് മറ്റേ മാനസിക രോഗമുള്ള ആൾക്കാരുടെ സംഘടനയല്ലേ? അതെന്താ, അവര് മനുഷ്യരല്ലേ? അത് ഞാൻ പറയാം. ഇപ്പം ഞാൻ നാളെ രാവിലെ അശോക ചക്രവർത്തിയാണെന്ന് പറഞ്ഞിട്ട് ഡ്രസ് ഇട്ട് കോട്ടൊക്കെ ഇട്ട് കിരീടമൊക്കെ വെച്ച് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും ഞാൻ അശോക ചക്രവർത്തിയാണെന്ന്? പോട്ടെ, താങ്കളുടെ അച്ഛൻ ഇന്നലെ വരെ താങ്കളുടെ അച്ഛനായിരുന്ന വ്യക്തി ഇന്ന് രാവിലെ പാമ്പാണെന്നും പറഞ്ഞ് തറയിൽ കിടന്ന് ഇഴഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ പാലും മുട്ടയും കൊടുത്ത് അതിനെ മാളത്തിൽ കയറ്റി വിടും? അതോ നല്ല ഡോക്ടറെ കാണിക്കും? എവിടുത്തെ കണ്ടുപിടി കെട്ടടാ? അല്ലെങ്കിൽ ഫേമസ് ആണ് അപ്പൂസിന്റെ പറ്റി. അപ്പൂസിന്റെ പച്ചക്കറിയാ? അതല്ല, അപ്പൂസ് ഷട്ടിക്കടയാണ്. അപ്പൂസിന്റെ അപ്പച്ചട്ടി. ചേട്ടാ അപ്പൂസ്. ഞാനാണ് അപ്പൂസ്. ചേട്ടാ അപ്പൂസല്ല, അപ്പൂസ്. സോറി മക്കളെ, ഇടയ്ക്ക് പറ്റാറുള്ളതാണ്. ഇത് പച്ച ഷടി കണ്ടിട്ട് നീല പവള നിൽക്കണേ. ചേട്ടാ എത്ര നേരം അപ്പൂസ് പറഞ്ഞിട്ട്? ഞാനാണ് അപ്പൂസ്. എടാ മരം ചെയ്യണ അപ്പൂസ് ഞങ്ങൾക്ക് അറിയാം. പിന്നെ അപ്പൂസ് ഞങ്ങൾക്ക് വേണ്ട, വെറുത്തുപോയി. എന്റെ പൊന്നിയായിട്ട് എനിക്ക് സമൂസ തരൂ. എനിക്ക് പൊളിയും കേട്ടാ. പിന്നെയും വന്ന എന്നെ വീട്ടിൽ സാധാരണ വിളിക്കുന്നേ. എന്റെ കേട്ടാ മുടിഞ്ഞു പോവാ. കടി ചോദിച്ചാൽ അവൻ പറയായിട്ട് വരും. നമുക്ക് ഈ കടന്ന് ഞാൻ വിളിക്കാം. നീ വിളിച്ചു കൊടുക്കൂലേ? തന്നെ 10 രൂപ. എന്നാ 10 രൂപയ്ക്ക് എനിക്ക് സുലൈമാനി. ചേട്ടാ മോൻ സുലൈമാനി. നമ്മളാണ് ഈ സുലൈമാൻ. എടാ വണ്ടിയാകുമ്പോ പണിയൊക്കെ വരും. വണ്ടിയാകുമ്പോ പണിയൊക്കെ വരും. ആദ്യം തന്നെ ഈ വണ്ടിയുടെ ഒന്നും അറിയത്തില്ല എന്നറിയാ. വണ്ടി പണിത് A to Z കാര്യങ്ങൾ ഞാൻ പഠിച്ചു. എങ്കിൽ വണ്ടിയുടെ A to Z P എന്താ? പേന ഇല്ലാത്തവന്മാരൊക്കെ ക്ലാസ്സിൽ ഇറങ്ങടാ. 2 പേനുണ്ടോ? ബോക്സ് ഇല്ലാത്തവന്മാരെല്ലാം ഇറങ്ങടാ. 2 ബോക്സ് ഉണ്ടോ? അച്ഛനെ വിളിച്ചോണ്ട് വരാത്തവന്മാരെല്ലാം ഇറങ്ങടാ ക്ലാസ്സിൽ നിന്ന്. 2 അച്ഛൻ ഇല്ല. സ്വാതന്ത്ര്യം ജന്മാവകാശം എന്ന് പറഞ്ഞ ആരാടാ? തിലകൻ. ഏത് തിലകൻ? ഷമ്മി തിലകൻ. നീന്ത്ര ഇരുന്ന് പിടയ്ക്കുന്നത് എനിക്ക് ശ്രദ്ധ കുറവാണ്. അതാ ഞാൻ ശ്രദ്ധിച്ചിട്ട് ഓടിക്കുന്നത്. ചേട്ടാ ആരെ കയ്യാണ് ഒതുക്കം പറയുന്നു. എന്താ സാറേ പോലീസാണോ? അല്ല, അമ്പലത്തിൽ നിന്ന് പിരിവിന് വന്ന 100 വന്നിട്ട് പോണേ. ഇന്നലത്തെ അസൈൻമെന്റ് ചെയ്യാത്തവരെ എണീറ്റാണ്. ഇറക്കി വിട്ടാ നേരെ വീട്ടിൽ പോയി. കറണ്ട് ഇല്ലേന്ന് സാറ്. അന്ന് വെള്ളത്തിനില്ലേ? തീപ്പെട്ടിയില്ല. ഇവിടെ പോയി പൂജാമുറിയിലായിരുന്നു. കേടെടുത്തൂടെ? കുളിച്ചില്ല. കുളിക്കാത്തത് മോട്ടർ വെള്ളമില്ലായിരുന്നു. മോട്ടർ ഇട്ടൂടെ? അതല്ലേ സാറേ പറഞ്ഞ കറണ്ട് ഇല്ല.